ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ ആയിട്ട് GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, 2 സ്റ്റേജസ് ആയിട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോഗ്രസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മളിങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ചില ആളുകൾക്ക് ചില ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചില നോട്ടീസുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധാരണ അത് കംപ്ലീറ്റ് ആവാറില്ല. അപ്പോൾ ആ നോട്ടീസ് നമ്മൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്താലാണ് ഫർദർ അത് പ്രൊസീഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. സംശയം വന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ GST സൈറ്റ് എടുക്കുമ്പോൾ ആസ് യൂഷ്വൽ gst.gov.in പോകുമ്പോൾ നമുക്കിങ്ങനെ ടാക്സ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ അതിന് ഫോമുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ തന്നെ പോവുകയാണെങ്കിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് സർവീസസിൽ പോയിട്ട് അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻസ് എന്നുള്ളൊരു അവിടെ ഒരു ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു പേരിലൊരു രജിസ്ട്രേഷനിൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു ടൈം അതിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. രജിസ്ട്രേഷൻ താഴെ തന്നെ ന്യൂ രജിസ്ട്രേഷനൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻ എന്നുള്ളൊരു ടൈറ്റിൽ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള നോട്ടീസിലെ AR അക്നോളജ്മെൻറ്റ് റെഫറൻസ് നമ്പർ കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് അവിടെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ഇതിൽ GST ചെയ്തതിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ക്ലിയർ അല്ലാത്തതോ മിസ്മാച്ചോ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ അത് നമ്മുടെ നോട്ടീസിലുണ്ടാവും. അവിടെ നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്ത് കറക്റ്റായിട്ടുള്ള സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ റീഫണ്ടിൻ്റെ കേസിലായാലും എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഒക്കെ വരണമെങ്കിലും വരുന്ന എല്ലാത്തിനും ഈ അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻസ് എന്നുള്ള ഒരു ടേം നമുക്കത് ചൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് സൈറ്റിന് ചൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാനും നമ്മുടെ ഇപ്പോൾ രജിസ്ട്രേഷൻ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഫീച്ചറും ഇൻഫർമേഷനും അവൈലബിൾ ആവാനായിട്ട് ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.